രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാ ശങ്കരാരാധ്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാം. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വധ്യേ നമഃ. ഓം നമോ നാരായണായ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതയാം പദേ നമോ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ലക്ഷ്മണോപദേശം തുടർച്ച. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമതാവമാവിദ്യയാകുന്നതും ദേഹമല്ലോർക്ക് ജ്ഞാനായാത്മാവ് എന്ന് മോഹൈകതന്ത്രിയായുള്ളതും വിദ്യ കേൾ. സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോകാദികൾ ശത്രുക്കളാകുന്നത് നിന്ന് അറിയുക നീ. മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമറിയുക നീ. മാതാപിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതോപുമാൻ. ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കേണം ഭൂതജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണ്യാഖ്യയാകുന്നതും തൃഷ്ണയോ സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസുരഭിക്കേൾ. ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാലൊരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആകന്തമേലേ വസിപ്പതാത്മാവ് കേൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവൈകാരണോ സർവജഗന്മയം സർവൈക സാക്ഷിണം സർവമഞ്ജമീശ്വരോ. സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം. പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയമാചരിച്ചിടുകയെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു തൽജ്ഞാനസ്വരൂപം വിചാരിച്ചു.
സന്തതം മാനത്തെയൊക്കെ ത്യജിച്ച് നിത്യം പരമാനന്ദം ഉൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൾ നിന്നാശു കളക നീ മാനമല്ലോ പരപാദാസ്പദം. സൗമിത്രി തന്നോട് ഈ വണ്ണം അരുൾ ചെയ്തു, സൗമിക്കമോട് മാതാവോട് ചൊല്ലിനാൻ, കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നോട് വാക്കുകളേതും വിഷാദമുണ്ടാകോല, ആത്മാവിനേതുമേ പീഡയുണ്ടാകരുത്. ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ സർവദാ കോടി വാഴുകയെന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി, നീ കേവലം ആശു 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ട് ഞാൻ. ദുഃഖങ്ങളെല്ലാം മകളെ കളഞ്ഞുടൻ ഉൾക്കനിവോട് അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിലൊന്നിച്ഛയ എന്നാൽ അതിങ്ങിച്ഛയെന്നങ്ങുറച്ചിടണം. അമ്മയും ഭദ്രകർമാനുകരണം മാത്രേ പാതിവൃദ്ധ്യാനിഷ്ഠ വധുനാം എന്നു നിർണയം. മാതാവ് മോതാൽ അനുവദിച്ചിടുകിൽ ഏതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖമായി വരും തപമാനസേ ഖേദം കുറച്ചു വാണിടുകിൽ എന്നും പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതൃപാദാന്തികെ പ്രീതി കൈക്കൊണ്ടെടുത്തുത്സംഗ സീമിനി ചേർത്താധരാൽ മൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചൊല്ലിനാൾ, ആശീർവചനങ്ങളാശു കൗസല്യയും ദേവികളോടെഴുന്നീടിനാൾ. സൃഷ്ടികർത്താവി വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ. വിത്രാരി മുമ്പായ ദിക്ബാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമോധമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. ഇത്തം അർത്ഥിച്ചു തൽപുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഠം ഉണർന്നു ഉടൻ. 7 സംവത്സരം കാനനെ വസിച്ചാരാൽ വരികയെന്ന് അനുവദിച്ചിടിനാൾ. തൽക്ഷണീ രാഘവം നത്വാ സഗദ്ഗതം ലക്ഷ്മണം താനും പറഞ്ഞ നാനാകുലം. എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളിപ്പാടു കേട്ടു തീർന്നു. ത്വൽപാദ സേവാർത്ഥമായി ഇന്ന് അടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവാൻ എന്നുമേ മോദാൽ അതിനായി അനുവദിച്ചിടണം. സീതാപതി രാമചന്ദ്ര ദയാനിധേ, പ്രാണങ്ങളൊക്കെ കളഞ്ഞിടുവാനല്ലായെങ്കിൽ ഏണാങ്ക തുല്യവദന രഘുപതേ, എങ്കിൽ നീ പോന്നുകൊണ്ടാലും എന്നാദരാൽ പങ്കജലോചനന്താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു. കാഞ്ചനഭദ്രസ്ഥമായ തോയം കൊണ്ട് വഞ്ചയ്യാൽ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാക്ഷമുൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു. സുന്ദരീ മന്ദം പറഞ്ഞിടിനാൾ. ആരും അകമ്പടി കൂടാതെ സ്ത്രീപാദചാരിണി വന്നതു എന്തു
കൃപാനിധേ വാരണവീരനിങ്ങും മമ ബല്ലവാം ഗൗരാതപത്രവും താരവൃദ്ധാദിയും ചാമരദ്വന്ദ്വവും വാദ്യഘോഷങ്ങളും ചാമീകരാഭരണാദ്യ അലങ്കാരവും സാമന്തഭൂപാലരെയും പിരിഞ്ഞതിരോമാഞ്ചമോടെഴുന്നള്ളിയെ എന്തയ്യോ. ഇത്തം വിദേഹാത്മജ വചനം കേട്ടു പ്രതിപതി സുതൻ താനും അരുൾ ചെയ്തു. തന്നിതോ ദണ്ഡകാരണ്യ രാജ്യം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനത് പാലിപ്പതിനാശു പോകുന്നു മാനസേ. ഭേദമിളച്ചു വാണിടുക മാതാവ് കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്തമാഹന്ത ചൊല്ലിടിനാൾ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൽ പൊറാതോളം ആസ്തയുണ്ടല്ലോ ഭവാനെ പിതാവിനും എന്നിരിക്കെ വനരാജ്യം തരുവതിനിന്ന് തോന്നിയിടുവാൻ എന്തൊരു കാരണോ. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജ്യാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലുക ഭർത്താവേ. വിരവോടും വൃത്താന്തം എത്രയും ചിത്രമോർത്താലിതം എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. തൊന്നികുല മൗലി മാലികേ കേൾക്ക നീ. മന്നവൻ കേകയപുത്രിയാം അമ്മയ്ക്ക് മുന്നമേ രണ്ടുപരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിൽ അന്യൂന വിക്രമം കൈക്കൊണ്ടുപോയ നാൾ അന്നു ഭരതനെ വാഴിക്ക എന്നതും എന്നെ വനത്തിനയക്കെന്നതും മറ്റേതും സത്യവിരോധം വരും എന്നു തന്നെ ചിത്തെ നിരൂപിച്ച് പേടിച്ചു താതനും. മാതാവിനാശുവും വരവും കൊടുത്തതിയോ താതാനതുകൊണ്ട് ഞാനിന്നു പോകുന്നു ദണ്ഡകാരണ്യേ. 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവാൻ ഞാൻ. നീ അതിനേതും മുടക്കം പറകൊല്ല മയ്യൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിദ്ധം പറഞ്ഞത് കേട്ടോരു ആകാശശിമുഹിതാനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പാൻ വനത്തിനു ഞാൻ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭാവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ഉചിതം അല്ലൊന്നുകൊണ്ടും ഭവാനെന്ന് ധരിക്കണം. കാകുൽസ്ഥനും പ്രിയവാധിനിയാകിയ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത്? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഒരസംഖ്യാവ്യാഘ്രാസുകര സൈരിഭ വാരണ വ്യാളഭല്ലുകവ്യാകാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ട്. അവറ്റെ കണ്ടാൽ സങ്കടം പോണ്ട് ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടടോ. മൂലഫലങ്ങൾ കടപ്ലകഷായങ്ങൾ ബാലി ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യാജനവുന്നവനാദി സന്മധുക്ഷീരങ്ങളിൽ ഒരു നേരവും നിന്മനോന്നത ഗുഹാംഗഘ്വര ശർക്കരാദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയും അറിയാതവല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദതവ പീഠയും ആരമാം പാദചാരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും ഓർക്കയില്ല ആർക്കും അറികണ്ടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക. വന്നിടുവാൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം.
ശ്രീരാമ വാക്കു കേട്ടോരു വൈദേഹി ആരുടെ താപേന പിന്നെയും ചൊല്ലിനാൻ, നാഥാപതിവ്രതയാം ധർമ്മപത്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ല ദയാനിധേ, പാദശുശ്രൂഷാവൃതം മുടക്കായികമ്മേ, നിന്നുടെ സന്നിധവും സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ, വല്ലതും മൂലഫല ജലഹാരങ്ങൾ വല്ലപോച്ചിഷ്ടം എനിക്കമൃതോവമോ, ഭർത്താവ് തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തു മൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പസ്തരണ തുല്യങ്ങൾ എനിക്കതും, പുഷ്പവാണോപമ നീ വെടിഞ്ഞീടോല, ഏതുമേ ഇടയുണ്ടാകയിലൻ മൂലം ഭീതിയും ഏതും എനിക്കില്ല ഭർത്താവേ. കച്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനോട് വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും, ഇതംബുരൈവ ഞാൻ കേട്ടിരിക്കുന്നിതോ, സത്യം ഇതിനി ഒന്നും ചൊല്ലിടുവാൻ. രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയോടും കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്ര വിചാരിച്ച് കാൺകില്ലോ, പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർഗണോ, പ്രാണാവസാന കാലത്തും പിരിയുമോ, എന്നിരിക്കെ പുനരെന്നെയും വേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നുള്ളുകിൽ എന്നുമെൻ പ്രാണവരിത്യാഗവും ചെയ്യുവാൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണ്ട് എന്നിങ്ങനെ ദേവി ചൊന്നത് കേട്ടോരു മന്നവൻ മന്ദസ്മിതം പൂണ്ട് അരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നത് ചൊല്ലിയുണ്ടാകേണ്ട, ദാനമരുന്ധതിക്കായിക്കൊണ്ട് ചെയ്യുക നീ ജാനകീ, ആരാതിഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണം തന്നോട് പ്രതീസുരോത്തമന്മാരെ വരുത്തുക എന്ന ദ്യാതരം അരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർദ്ധവനദികളില്ലാതോളമാധരാൻ സദൃദ്ധരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രിയന്മാർക്ക് സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവസത്തവന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യയാൽ ആനന്ദമഗ്നരായി മാനവനായകനാശീർവചനവും ചെയ്തിതു. താപസന്മാരും ദ്വിജന്മാരും ഏതോ പെയ്തുടനിതാശ്രുഗണങ്ങളും ജാനകി ദേവിയും അൻപോടരുന്ധതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിന. ലക്ഷ്മണവീരൻ സുമിത്രയായ അമ്മയെ തൽക്ഷണേ കൗസല്യ കൈയിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു. തനയനു പിന്നെയും ഉപദേശവാക്കും അരുൾ ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യ എന്നോർത്തിട്ടടവിയെ മായാവിഹീനം ഈ വണ്ണമുറപ്പിച്ചു. പോയാലുമെങ്കിൽ സുഖമായി വരികതേ.
മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുതു സൗമിത്രിയും തന്നുടെ ശാപചരാദികൾ കൈക്കൊണ്ട് ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടു കടാക്ഷിച്ചു കുതൂഹല. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളയബരൻ രാഘവൻ കാമദേവോപമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദവീരാമനാത്മരാമൻ അംബുജലോചനൻ കാമാരി സേവിതൻ നാനാ ജഗന്മയൻ താതലയം പ്രതി പോകുന്നു. നേരത്ത് സാദം കലർന്നോരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നത് കണ്ട് ഭേദം കലർന്നു പരസ്പരം ചൊല്ലിനാൻ. കഷ്ടമാകന്ത കഷ്ടം പശ്യ പശ്യ, കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദചാരണീ സഹായവും കൂടാതെ ശർക്കര കണ്ടക നിമ്നോന്നത യുധദുർഘടമായുള്ള ദുർഗമാർഗങ്ങളിൽ രക്തപൽപ്പത്തിനു കാഠിന്യമേകുന്ന മുക്തമൃദുതര സിഗ്നപാദങ്ങളാൽ നിത്യവും വനാന്തരെ നടക്കയെന്നു കൽപ്പിച്ചു വൃദ്ധീശചിത്തം കഠോരമന്ത്രേ തുലോ പുത്രവാത്സല്യം ദശരഥം തന്നോളം മർദ്ദരില്ലാർക്കുമില്ലല്ലേയോളം. ഇന്നിതോ തോന്നുവാനും തോരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലിനാനും കേകയപുത്രിക്ക് രണ്ടുപരം നൃപനേകിന്നാൻ പോലതു കാരണം. രാഘവൻ പോകുന്നിതു വനത്തിനു ഭരതനും വാഴുകയെന്ന് വന്നുകൂടും ധരാമണ്ഡലം പോകനാമെങ്കിൽ വനത്തിനു കൂടവേ. രാഘവൻ തന്നെ പിരിഞ്ഞാൽ പൊറുക്കുമോ? ഇപ്രകാരം പുരവാസികളായുള്ള ഇപ്രാദികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് ആമോദഭേവം അരുൾ ചെയ്ത നേരം ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ യോഗാഭിരാമ ശ്രീരാമ. രാമസീതാ തത്വം. രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാരുമേ, കോമളഗാദ്രിയാം ജാനകി മൂലവും തത്വമായുള്ളതും ചൊല്ലുന്നതുണ്ടു ഞാൻ. ചിത്തം തെളിഞ്ഞു കേട്ടിടുവനേവരും രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായ നനന്ദൻ ജനകജ ലക്ഷ്മി ഭഗവതി ലോകമായ പരാം മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നത് ആത്മാവരൻ രാജസമായ ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപവും പൂണ്ട് നിത്യവും രക്ഷിച്ചുകൊള്ളുന്നത് ഈശ്വരൻ അധ്യനജൻ പരമാത്മാവ് സതരമോ രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതു വൈവസ്വതമനുഭക്തപ്രസന്നനായി ദേവകന്മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗിരിവനേക്കുന്നു വേദാവിനാക്കി കൊടുത്തതി രാഘവൻ പാദോനിധിമദനെ പണ്ടു മന്ധരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി കൊണ്ട് പൃഷ്ടേ ഗിരീന്ദ്രൻ ധരിച്ചതി രാഘവൻ ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു
കൃഷ്ടിയായി ദേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു. കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകും ഈ രാഘവൻ. നിർഗ്രാധമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ട് ഘോരനായൊരു ഹിരണ്യകശിപുതൻ പക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ പുത്രലാഭാർത്ഥം അതിഥിയും ഭക്തി പൂണ്ടർത്ഥിച്ചു സാദരമർശിക്കണം. എത്രയും കാരുണ്യമോടവൾ തന്നോട് പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു. മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ ധാത്രീസുരദേശികളായി ജനിച്ചൊരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാം ഇവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതാവരനായി പിറന്നിടിനാൻ രാത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു. ധാത്രിവാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ആദ്യനജൻ പരമാത്മാപരാപരൻ വേദ്യനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ നിഗ്രഹാർത്ഥം ദിവനത്തിനു ദേഹദാർത്ഥം ഗമിക്കുന്നതിനതിൻ കാരണം മന്ധരയല്ല കൈകേകിയല്ല ആരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടു പുഷ്ടപ്രമോദം പുറപ്പെട്ട് അതിനിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ തന്നോടു രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാനിയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ എന്ന് വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ച് ദുഃഖിയായി ആരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേയില്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നത് നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാരഹോത്തമൻ ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജൻ ആനന്ദപൂർണൻ അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിന് എങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ ഭക്തിരഥാവിഷ്ട സിദ്ധ്യാർത്ഥമായി വന്നു ഭക്തി കണ്ഠം തന്നെ കൊന്നു ജഗത്രയം പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായി ഈശ്വരൻ രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു. വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാൻ ഏവരും. രാമസീതാരഹസ്യം മുഹുരിതി ദൃശ്യമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കിലുറച്ചൊരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കും. യവനോ ഗോപനീയം രഹസ്യം പരം ഈ ദൃശ്യം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ
ഭവാന്മാരും നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നിതു പൗരജനങ്ങൾക്ക് താപസശ്രേഷ്ഠനും മോദാൽ എഴുന്നള്ളി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതയാംബദേ.